ഒരുപക്ഷെ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൽ ഒരു പിളർപ്പുണ്ടാകുന്നത് പോലും ഞാൻ കാണുന്നുണ്ട്. ഒരു വലിയ ഒരു പിളർപ്പിന് ഒരുപക്ഷെ കാരണമായേക്കാം. അങ്ങനെ പിളർന്നാൽ സ്വാഭാവികമായിട്ടും MLA മാർ കൂടുതൽ പർച്ചേസ് ചെയ്യപ്പെട്ടേക്കാം. തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു സിനിമാ താരം, ഒരു സൂപ്പർ താരം വന്നാൽ സ്വാഭാവികമായി രാഷ്ട്രീയത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാവും എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞു DMK-യുടെ നേതാവ് സ്റ്റാലിൻ. അങ്ങനെയാണ് അദ്ദേഹം ഈ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയെ കൊണ്ടുവരുന്നത്. വിജയ്ക്കുണ്ടാകുന്ന സ്വീകാര്യത ഒരിക്കലും ഉദയനിധിക്കുണ്ടാവില്ല. ഉദയനിധി എന്ന് പറയുന്നത് കരുണാനിധിയുടെ കൊച്ചുമകനാണ് എന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. അദ്ദേഹം കുറേ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്കൊന്നും വന്നിട്ടില്ല എന്ന് നമ്മൾ കാണണം. വിജയ് എന്ന് പറയുന്നത് വളരെ യുവാവാണ്. അത് മറ്റ് നേതാക്കന്മാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വിജയ്ക്ക് ഒരുപാട് കാലമുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് വിജയിൽ ഒരു യുവസമൂഹം മൊത്തത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു നമ്മൾ കാണേണ്ടതുണ്ട്. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ, നമ്മുടെ തമിഴ്നാട്ടിലും അതോടൊപ്പം തന്നെ വെസ്റ്റ് ബംഗാളിലും ഉണ്ടായിരിക്കുന്ന പരാജയം, അതായത് TMC-യുടെ പരാജയവും അതോടൊപ്പം തന്നെ DMK-യുടെ പരാജയവും, ഇത് രണ്ടും ഇന്ത്യ മുന്നണിയിലെ പ്രബലമായ രണ്ട് കക്ഷികളാണ്. കേരളത്തിലെ CPM-ന്റെ പരാജയം കൂടി നമ്മൾ കേരളത്തിലെ CPM-ന്റെ TMC ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല എങ്കിലും BJP വിരുദ്ധ സഖ്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഈ രണ്ട് സംസ്ഥാനത്തെ പരാജയം എന്ന് പറയുന്നത് അത് നമ്മൾ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്ന പ്രതിഫലനങ്ങൾ അത് നിസ്സാരമായിരിക്കില്ല എന്ന് വേണം നമ്മൾ കാണാനായിട്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള MK സ്റ്റാലിൻ്റെ ഒരു പരാജയം എന്ന് പറയുമ്പോൾ അടുത്ത പ്രാവശ്യം ഇനി MK സ്റ്റാലിൻ മത്സരരംഗത്ത് മുൻപന്തിയിൽ ഉണ്ടാകുമോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് വെസ്റ്റ് ബംഗാളിൽ ഇനിയൊരു ഇലക്ഷന് മുൻപിൽ നിൽക്കാൻ മമതാ ബാനർജി ഉണ്ടാകുമോ എന്നുള്ള ചില സംശയങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. ഇങ്ങനെ നമ്മൾ നോക്കിക്കാണുന്ന സമയത്ത് ദേശീയ തലത്തിൽ കുറച്ചുകൂടി BJP ശക്തി ആർജിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് കാണാൻ വേണ്ടി പോകുന്നു. വെസ്റ്റ് ബംഗാൾ പോലുള്ളൊരു സംസ്ഥാനം പിടിക്കുന്നു, അസാമിൽ ഭരണം നിലനിർത്തുന്നു, പുതുച്ചേരിയിൽ ഭരണം നിലനിർത്തുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വളരെ വലിയൊരു മുന്നേറ്റം BJP-യുടെ ഭാഗത്തുണ്ടാകുന്നു. അതിലൊക്കെ അപ്പുറമായിട്ട് കേരളത്തിൽ 2 സീറ്റ് പിടിക്കുന്നു. നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നൊരു കാര്യമല്ല കേരളത്തിൽ 2 സീറ്റ് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ. അപ്പോൾ വളരെ വലിയൊരു മുന്നേറ്റം BJP ദേശീയ തലത്തിൽ നടത്താൻ വേണ്ടി പോകുന്നു. ഈ രണ്ട് പാർട്ടികളുടെ പരാജയം അത് വലിയ രീതിയിൽ പ്രതിപക്ഷ സഖ്യത്തിന് ഏൽക്കുന്ന ഒരു അടി കൂടിയല്ലേ? തീർച്ചയായും. കാരണം ഈ DMK-യുടെ പരാജയം വലിയ രീതിയിൽ ദേശീയതലത്തിൽ പ്രതിഫലിക്കില്ലെങ്കിൽ പോലും പശ്ചിമ ബംഗാളിലെ TMC-യുടെ പരാജയം വലിയ രീതിയിൽ. കാരണം ഒരുപക്ഷെ മമതാ ബാനർജി ഇത്തവണയും കൂടി ജയിച്ചു വന്നിരുന്നെങ്കിൽ അവർ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വലിയ ശക്തിയായി മാറേണ്ടിയിരുന്ന പാർട്ടിയാണ്. പക്ഷേ അവർക്ക് തിരിച്ചടി കിട്ടിയിരിക്കുന്നു. ഒരു 3 ടേമായിട്ട് പശ്ചിമ ബംഗാളിൽ ഭരണം പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി BJP പല പദ്ധതികളും നടപ്പിലാക്കുന്നു. 2 തവണ അത് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ പ്രതീക്ഷ തലത്തേക്കുള്ള വിജയം ഉണ്ടായില്ല. പക്ഷേ എങ്കിൽ പോലും ഇത്തവണ അവർ വളരെ നേരത്തെ തന്നെ പശ്ചിമ ബംഗാൾ പിടിക്കാൻ വേണ്ടിയിട്ട് SIR നടപ്പിലാക്കിയൊക്കെ നമുക്കറിയാം. പശ്ചിമ ബംഗാളിൽ മുസ്ലിം വോട്ടുകൾ പരമാവധി ഇല്ലാതാക്കാൻ വേണ്ടിയും SIR നടപ്പിലാക്കുന്നതിലൂടെ മമതാ ബാനർജിയെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചിരുന്ന മുസ്ലിം വിഭാഗത്തെ ഈ ആത്മവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ആത്മവിശ്വാസം ഇല്ലാത്ത രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിനൊക്കെ ഈ BJP-യുടെ നീക്കം കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം TMC വളരെ വലിയ രീതിയിൽ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രചരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. മമതാ ബാനർജി വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു അധികാരത്തിൽ തിരിച്ചെത്തും എന്നുള്ളത്. പക്ഷേ മമതാ ബാനർജിക്ക് തിരിച്ചെത്താൻ പറ്റാത്ത രീതിയിലേക്ക് BJP അവിടെ വലിയ രീതിയിൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ വരും കാലത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇത് വലിയ BJPക്ക് വലിയ നേട്ടമാവുന്നു. അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന് അല്ലെങ്കിൽ BJP വിരുദ്ധ സഖ്യത്തിന്, അങ്ങനെ പറയണമായിരിക്കും കുറച്ചുകൂടി നല്ലത്, BJP വിരുദ്ധ സഖ്യത്തിന് വലിയ തിരിച്ചടി ഉണ്ടാവുന്നു എന്ന് കാണണം. ഇപ്പം BJP നമുക്ക് തോന്നിയിരുന്നു കഴിഞ്ഞ തവണ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് ചില ഒറ്റ കക്ഷിയായി വന്നില്ല. അതുപോലെ തന്നെ മറ്റ് ചില കക്ഷികളെയൊക്കെ ചേർത്തുകൊണ്ടാണ് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യസഭയിലും അവർക്ക് വലിയ ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ പല ബില്ലുകളും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു ബില്ല് പാസ്സാക്കിയെടുക്കാൻ വേണ്ടി അവർ വലിയ ശ്രമം നടത്തിയെങ്കിൽ പോലും വനിതാ ബില്ല് പാസ്സാക്കിയെടുക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഈ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയൊക്കെ കിട്ടിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെ തന്നെ അവർ തീരുമാനിക്കുന്നു അടുത്ത ടേം ആകുമ്പോഴേക്കും ഈ ബില്ല് പാസ്സാക്കിയെടുക്കാനുള്ള അത്രയും രാജ്യസഭാ അംഗങ്ങളെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്ന്. ഈ AAP-ന്റെ 8 രാജ്യസഭാ അംഗങ്ങളെ അവർ പർച്ചേസ് ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ നമ്മൾ അപ്പോഴും കരുതിയിരുന്നത് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത് വലിയ ഒരു സ്റ്റേറ്റാണ് എന്ന് മാത്രമല്ല
പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പിന്നീട് വലിയ രീതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ബാധിക്കാറുണ്ട് എന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് തന്നെ ഇപ്പം TMC നമുക്ക് നേരത്തെ തന്നെ നമ്മൾ പലവണ്ണം സംസാരിച്ചാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു പശ്ചിമ ബംഗാൾ. പിന്നീട് കോൺഗ്രസിൻ്റെ അധികാരം നഷ്ടപ്പെടുന്നു. CPM അല്ലെങ്കിൽ ഇടതുപക്ഷം അവിടെ ഭരണത്തിൽ വരുന്നു. 34 വർഷക്കാലം CPM ഭരിക്കുന്നു. CPM അസ്തമിച്ചു പോവുകയാണ് ഒരു സുപ്രഭാതത്തിൽ. അങ്ങനെയാണ് TMCൻ്റെ കൈകളിലേക്ക് ബംഗാൾ വരുന്നത്. ബംഗാളിൽ TMCൻ്റെ ആധിപത്യം അവസാനിച്ചിരിക്കുന്നു. ഇനി കുറേ കാലം എൻ്റെ ഒരു കാഴ്ചയിൽ ഏതാണ്ട് ഒരു 10-25 വർഷക്കാലം BJPയുടെ അണ്ടറിലായിരിക്കും ഇനി പശ്ചിമ ബംഗാൾ നമ്മൾ കാണേണ്ടത്. അപ്പോൾ അവിടുന്ന് കൂടുതൽ MP-മാർ വരും, അതുപോലെ തന്നെ രാജ്യസഭാംഗങ്ങൾ വരും. അപ്പോൾ ദേശീയതലത്തിൽ വലിയ രീതിയിലുള്ള ശക്തിയുള്ള പാർട്ടിയായി പിന്നെയും BJP മാറുന്നു എന്നുള്ള ഒരുപക്ഷെ ഏകാധിപത്യത്തിലേക്ക് പോലും പോകാവുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് BJP നടത്തുന്നത്. അത് അവർ വിജയിച്ചിരിക്കുന്നു. അസ്സാമിൽ അവർക്ക് ഭരണ തുടർച്ചയുണ്ടായിരിക്കുന്നു. പശ്ചിമ ബംഗാൾ തൊട്ടടുത്ത സംസ്ഥാനമായ പശ്ചിമ ബംഗാളിലും അവർക്ക് ആധിപത്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ ഏരിയ മൊത്തം അവരുടെ കൈകളിലേക്ക് മാറുന്നു. അല്ല, ഇതിനകത്ത് വേറെ മറ്റൊരു വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 30-ന് മുകളിൽ 38ഓളം MP-മാർ തൃണമൂൽ കോൺഗ്രസിനുണ്ട്. ഈ MP-മാരിൽ എത്ര പേർ ഇനി TMCയുടെ ഭാഗമായിട്ട് തുടരും എന്നുകൂടി പരിശോധിക്കപ്പെടുന്നത്. അതാണ് വെസ്റ്റ് ബംഗാളിന്റെ രാഷ്ട്രീയം. അതെ, ഞാൻ ഇതിൽ കാണുന്നത് ഭരണം നഷ്ടപ്പെട്ട TMCക്ക് അവിടെ പിടിച്ച് എളുപ്പമല്ല. മാത്രമല്ല ഈ MP-മാരെയും കൂടെ നിർത്തുക എന്നുള്ളത് എളുപ്പമല്ല. ഒരുപക്ഷെ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൽ ഒരു പിളർപ്പുണ്ടാകുന്നത് പോലും ഞാൻ കാണുന്നുണ്ട്. ഒരു വലിയ ഒരു പിളർപ്പിന് ഒരുപക്ഷെ കാരണമായേക്കാം. അങ്ങനെ പിളർന്നാൽ സ്വാഭാവികമായിട്ടും MLA-മാർ കൂടുതൽ പർച്ചേസ് ചെയ്യപ്പെട്ടേക്കാം. അവർ TMCയുടെ പിളർപ്പിൻ്റെ ഭാഗമായി കൂടുതൽ MLA-മാർ ആ പാർട്ടിയിൽ ഉണ്ടാവുകയും അത് BJP-യുമായി സഖ്യം ഉണ്ടാക്കിയിട്ട് സംസ്ഥാനത്ത് വലിയ രീതിയിൽ MP-മാരെയും കൂടി പർച്ചേസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്നാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഈ സുവേന്ദു അധികാരി എന്ന് പറയുന്നത് നേരത്തെ കോൺഗ്രസിന്റെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിന് TMCയിലുള്ള എല്ലാ MP-മാരുമായിട്ടും നല്ല ആത്മബന്ധം ഉണ്ട് എന്നും കൂടി നമ്മൾ ഇതിൽ കാണുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ AAP എങ്ങനെയാണ് BJPക്ക് പിളർത്താൻ സാധിച്ചത്. സന്ദീപ് പട്ടക് എന്ന് പറയുന്ന അവരുടെ AAPയുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു. ഈ AAPയുടെ നേതാവിനാണ് ശരിക്കും പറഞ്ഞാൽ BJP നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധങ്ങൾ വന്നത്. അവിടെ റൈറ്റ് ലെഫ്റ്റ് പ്രശ്നങ്ങളൊക്കെ AAPക്കകത്ത് ഉണ്ടായിരുന്നെങ്കിലും ഈ സന്ദീപ് പട്ടക് അവരുടെ ഈ പാർട്ടിയുടെ ഇന്റേണൽ അഫയേഴ്സ് കൂടുതലായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതാണ്. കാരണം പല സ്ഥലങ്ങളിൽ MLA-മാരെ നിയമിക്കുക, പാർട്ടി ഭാരവാഹികളെ നിയമിക്കുക, അങ്ങനെയുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിരുന്നതാണ് ഈ സന്ദീപ് പട്ടക് എന്ന് പറയുന്നത്. അതേ രീതിയിൽ തന്നെ സമാനമായ രീതിയിൽ തന്നെ TMCക്കകത്ത് ഇന്റേണൽ പൊളിറ്റിക്സിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ റൈറ്റ് ഹാൻഡായി നിന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഈ സുവേന്ദു അധികാരി എന്ന് പറയുന്നത്. ഈ സുവേന്ദു അധികാരി എന്തുകൊണ്ടാണ് BJPയിലേക്ക് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിഷേക് ബാനർജിക്ക് കൂടുതൽ പ്രാധാന്യം TMCക്കകത്ത് കൊടുക്കുന്നു എന്ന് കണ്ടപ്പോഴാണ്. അതെ, മമതാ ബാനർജിയുടെ പിൻഗാമിയായിട്ട് ആര് വരും എന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ അഭിഷേക് ബാനർജിയെ കൊണ്ടുവരുന്നത്. അഭിഷേക് ബാനർജി എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ്. സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ മമതാ ബാനർജിക്ക് ശേഷം അഭിഷേക് ആയിരിക്കും എന്നുള്ള ചർച്ചകൾ വന്നതോടുകൂടിയാണ് സുവേന്ദു അധികാരി പാർട്ടി വിടുന്നത്. സുവേന്ദു അധികാരി പാർട്ടി വിടുമ്പോൾ തന്നെ അദ്ദേഹം ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ നെക്സ്റ്റ് ടൈം ബംഗാളിന്റെ മുഖ്യമന്ത്രിയാവും എന്നുള്ളത്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം മമതാ ബാനർജിയുടെ എല്ലാ ടെക്നിക്കുകളും അറിയാവുന്ന, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് മെയ്വഴക്കം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തതയുള്ള ഒരു നേതാവാണ് സുവേന്ദു അധികാരി. അതുകൊണ്ട് തന്നെ സുവേന്ദു അധികാരിക്ക് എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ട് BJP ദേശീയ നേതൃത്വം നൽകി എന്നുള്ള, കാരണം അവർ പ്രസ്റ്റേജിയസ് ആയിരുന്നു. പശ്ചിമ ബംഗാൾ പിടിക്കുക എന്നുള്ള BJPയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമായിരുന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറായിക്കൊണ്ടാണ് ഇത്തവണ അവർ അധികാരം പിടിച്ചിരിക്കുന്നത്. ഇത് ഒരു ലോങ് ടേം അധികാരം കൂടിയാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ TMCയുടെ ഒരു രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ അത് വളരെ പെട്ടെന്ന് തന്നെ ഇരുളടയാനാണ് സാധ്യത. തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതാണ് DMK. ഒരുപക്ഷെ ദേശീയ തലത്തിൽ സ്റ്റാലിനെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യ സഖ്യം ശക്തിപ്പെടുന്നതിന് വരെയുള്ള ചർച്ചകൾ നടന്നിരുന്നു, നമ്മൾ ഓർമ്മിക്കണം. അപ്പം അങ്ങനെ ഒരു ചർച്ചകൾ പോലും നടന്നിരുന്നൊരു കാലത്തുനിന്നും ആണ് വലിയ തിരിച്ചടി കിട്ടി DMK അധികാരത്തിൽ. DMK എല്ലാ കാലത്തും അധികാരത്തിൽ നിലനിൽക്കുമെന്ന് കരുതിയാണ്. പക്ഷേ ഈ TVKയുടെ വരവ് തന്നെ ഏറ്റവും കൂടുതൽ ഭയത്തോട് കണ്ടിരുന്ന ഒരു നേതൃത്വം, DMK എന്ന് പറയുന്ന നേതൃത്വം, സ്റ്റാലിൻ യഥാർത്ഥത്തിൽ എനിക്കൊരു ശത്രു ഉണ്ടായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും സിനിമാ രാഷ്ട്രീയം, അതായത് സിനിമയെയും രാഷ്ട്രീയത്തെയും ഒരേപോലെ കണ്ടിരുന്ന ഒരു ജനവിഭാഗമാണ് തമിഴ്നാട്ടിൽ. അതുകൊണ്ട് തന്നെ തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു സിനിമാ താരം, ഒരു സൂപ്പർ താരം വന്നാൽ സ്വാഭാവികമായും രാഷ്ട്രീയത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാവും എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞു DMKയുടെ നേതാവ് സ്റ്റാലിൻ. അങ്ങനെയാണ് അദ്ദേഹം ഈ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയെ കൊണ്ടുവരുന്നത്. പക്ഷേ അവിടെ സംഭവിച്ചെന്താണ്, ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി കൊണ്ടുവന്നു എന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്തവണ അവർക്ക് DMKക്ക് ഏറ്റ തിരിച്ചടി നമ്മൾ കാണണം.
അതുകൊണ്ട് വിജയ്ക്കുണ്ടാകുന്ന സ്വീകാര്യത ഒരിക്കലും ഉദയനിധിക്കുണ്ടാവില്ല. ഉദയനിധി എന്ന് പറയുന്നത് കരുണാനിധിയുടെ കൊച്ചുമകനാണ് എന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. അദ്ദേഹം കുറേ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്കൊന്നും വന്നിട്ടില്ല എന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ സ്റ്റാർ അപ്പുറവും ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ താല്പര്യമുള്ള മറ്റൊരാൾ മാത്രമാണ് ഉദയനിധി സ്റ്റാലിൻ. അതുകൊണ്ട് സ്റ്റാലിൻ്റെ പിൻഗാമിയായിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ വരുന്നു എന്നുള്ളതും അവിടെ വലിയ രീതിയിൽ അഴിമതികളും അതുപോലെ തന്നെ വലിയ അക്രമങ്ങളും ഒക്കെ അരങ്ങേറുന്ന ഒരു സ്റ്റേറ്റാണ്. ഈ അക്രമങ്ങൾക്കെതിരെയും അഴിമതിക്കെതിരെയുമായിരുന്നു വിജയുടെ പോരാട്ടം. വിജയ് ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ചിരിക്കുന്നത് ഈ സ്റ്റാലിനെ ആയിരുന്നു നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ സ്റ്റാലിൻ ഭരണം അവസാനിക്കാൻ വേണ്ടിയിട്ട് ഈ വിജയുടെ പ്രചരണങ്ങൾ ഏറ്റു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. മറ്റൊരു സംഭവം എന്ന് പറയുന്നത് AIADMKയുടെ വരവായിരുന്നു. AIADMK അല്ലെങ്കിൽ ശക്തി പ്രാപിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അവർ അതിനു വേണ്ടിയിട്ട് BJPയെ വീണ്ടും കൂട്ടുപിടിക്കുന്നു, BJPയെ ഒരു സഖ്യത്തിലുണ്ടാക്കുന്നു. BJP കരുതിയിരുന്ന AIADMKയിലൂടെ അവർക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ അതൊക്കെ കൃത്യമായൊരു ത്രികോണ മത്സരം നടക്കുകയും ഈ ത്രികോണ മത്സരത്തിൽ വിജയ് തൻ്റെ ചുവട് ഉറപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ഒരുപക്ഷെ ഞാൻ കരുതിയിരുന്ന ഒരു രണ്ടാമത്തെ കക്ഷിയായി വിജയ് വരും എന്ന്, ഇത്തവണ കൂടി DMK അധികാരത്തിൽ ഉണ്ടാവുമെന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ കോൺഗ്രസ് ഇത് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. കോൺഗ്രസ് വിജയുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ഒരുപക്ഷെ കോൺഗ്രസ് നേരത്തെ തന്നെ വിജയ്ക്ക് പിന്തുണ നൽകിയിരുന്നെങ്കിൽ കോൺഗ്രസിനും അത് വലിയ രീതിയിൽ മെച്ചമുണ്ടായെന്ന്, രാഷ്ട്രീയപരമായ നേട്ടമുണ്ടായെന്ന് കാണണം. അതുകൊണ്ട് വരും കാലത്ത് ഒരു കാര്യം ഉറപ്പാണ്, വിജയ് അധികാരത്തിലേക്ക് വരുന്നതോടുകൂടി വിജയുടെ കൈകളിലേക്ക് ദ്രാവിഡ രാഷ്ട്രീയം മാറും എന്നുള്ളത് കൂടി കാണണം. അടുത്ത 10 വർഷത്തേക്ക് വിജയുടെ കാലമായിരിക്കുമെന്ന് കാണണം. കാരണം മറ്റുള്ളവരെ പോലെയല്ല, വിജയ് എന്ന് പറയുന്നത് വളരെ യുവാവാണ്. അത് മറ്റ് നേതാക്കന്മാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വിജയ്ക്ക് ഒരുപാട് കാലമുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് വിജയിൽ ഒരു യുവ സമൂഹം മൊത്തത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു നമ്മൾ കാണേണ്ടതുണ്ട്. അതിനൊത്ത് ഉയരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ, അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ലക്ഷ്യത്തിലെത്തിയാൽ ഒരുപക്ഷെ വിജയ് വലിയ തരത്തിൽ ദീർഘകാലം തമിഴ്നാട് ഭരിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം വലിയ നേതാവായി മാറും എന്നുള്ളത് നമ്മൾ കാണണം. അതുകൊണ്ട് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൃത്യമായ ദ്രാവിഡ രാഷ്ട്രീയം പറയുന്ന, ദ്രവിഡിയൻ കൾച്ചർ കൃത്യമായി കാത്തു സൂക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് മാത്രമേ ഇത്തരത്തിലൊരു വിജയം ഉണ്ടാവുകയുള്ളൂ. കാരണം 2 വർഷമേ ആയിട്ടുള്ളൂ ഈ പാർട്ടി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ജയലളിതയ്ക്ക് ശേഷം വീണ്ടും തമിഴ് രാഷ്ട്രീയം പൂർണ്ണമായും ഒരു സിനിമാക്കാരനിലേക്ക് അല്ലെങ്കിൽ ഒരു നടനിലേക്ക് മാറിയിരിക്കുന്നു. MGRൻ്റെയും ജയലളിതയുടെയും പിൻഗാമിയായിക്കൊണ്ട് വിജയ് തമിഴ് രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിച്ചിരിക്കുന്നു. ഇനിയുള്ള കാലം അദ്ദേഹത്തിൻ്റെ ആയിരിക്കുമെന്ന് തന്നെ നമ്മളിൽ കാണേണ്ടതുണ്ട്.